ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എസ് ലൈൻ എന്ന കൊറിയൻ ഡ്രാമയുടെ ഏറ്റവും ഫൈനൽ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയതുപോലെ സിയോണിന്റെ ആ ഒരു റെഡ് ലൈൻ നേരെ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹാൻജിയുടെ അച്ഛന്റെ തലയിലേക്കാണെന്നും സ്വന്തം പേരക്കുട്ടിയെ തന്നെ അങ്ങനെ ചെയ്തതിന്റെ ആ ഒരു കുറ്റബോധത്തിലായിരിക്കാം അയാൾ ഇപ്പൊ മെന്റലി വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ട് പെരുമാറുന്നത്. അങ്ങനെ ഫൈനൽ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഒരു കഫേയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുമ്പോൾ അത് കണ്ട് അവൾ ആകെ തന്നെ ഷോക്ക്ഡ് ആയിട്ട് പോവാണ്. കാരണം അവളും അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ഉണ്ടായിരുന്ന അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ സ്പ്രെഡ് ആയിട്ട് പിറ്റേ ദിവസം അവൾ അവളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് തന്നെ പറ്റി തന്റെ ക്ലാസ്സിലുള്ള ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതും ആ ഒരു വീഡിയോ ബാക്കിയുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ കണ്ട് ആകെ തന്നെ അവൾ അപ്സെറ്റ് ആയി. അന്ന് രാത്രി ഒന്നും ഉറങ്ങാൻ പോലും കഴിയാതെ ആകെ കരഞ്ഞ് തളർന്ന് ഇരിക്കുകയാണ്. അങ്ങനെ തന്നെ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ രാത്രിയാണ് അവൾ ഒരു പാർട്ട് ടൈം ജോബ് ആയിട്ട് ആ ഒരു കഫേയിലേക്ക് പോകുന്നത്. അങ്ങനെ അന്ന് രാത്രി അവൾ ആ ഒരു കഫേയിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്റെ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ എല്ലാരും കണ്ട് തന്നെ കളിയാക്കുന്നതൊന്നും സഹിക്കാൻ പറ്റാണ്ട് അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് രണ്ടും കൽപ്പിച്ച് റോഡിലേക്ക് ഇറങ്ങി സ്വയം എലിമിനേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും കൃത്യനേരത്ത് നമ്മുടെ ഹയോണിന്റെ ഒക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ജിൻ എന്ന് പറഞ്ഞ ആ ഒരു ടീച്ചർ വന്നിട്ട് അവളെ രക്ഷിച്ച് പിന്നീട് അവളുടെ പോക്കറ്റിൽ നിന്നിട്ട് ആ ഒരു സ്പെഷ്യൽ ഗ്ലാസസ് ഇപ്പോൾ അവൾക്കെടുത്ത് കൊടുക്കുന്നുണ്ട്. തനിക്കിതിന്റെ ഒരു ആവശ്യമില്ലെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഇത് വെച്ച പുതിയൊരു ലോകം നിനക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ ഒരു ഗ്ലാസസ് വെക്കാനായിട്ട് ജിൻ ഇപ്പോൾ അവളെ മോട്ടിവേറ്റ് ചെയ്യാണ്. സോ ഇങ്ങനെ തന്നെയാണ് അവരുടെ സ്കൂളിലെ പല ടീച്ചേഴ്സിനടക്കം ഒരുപാട് പേരിലേക്ക് ഈ ഒരു ക്ലാസ്സസ് എത്തിച്ചത്. എല്ലാം ഈ ടീച്ചർ ആയിട്ടുള്ള ജിൻ തന്നെയായിരുന്നു. കാരണം അവൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പവർ ഉണ്ടെന്ന് മാത്രമല്ല ആ ഒരു പവർ വെച്ച് എന്തൊക്കെയോ നേടിയെടുക്കാനായിട്ടാണ് അവളുടെ ഉദ്ദേശം. ഇതേ നേരം ആ ഒരു സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുകയാണെങ്കിൽ അയാളിപ്പോ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന നേരത്ത് അവള് കൂട്ടിനായിട്ട് അവളോട് ഇഷ്ടമുള്ള ആ ഒരു പയ്യനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് എഗെയിൻ അവരുടെ ഫീലിങ്സ് അവര് തുറന്നു പറയുമ്പോൾ അവള് ഈ എസ് ലൈൻസിനെ കാണാനായിട്ടുള്ള കഴിവ് തനിക്കുണ്ടെന്നും മാത്രമല്ല തനിക്കിതുപോലെ ഒരു എസ് ലൈൻ വേണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ ഒരു പയ്യന്റെ ഒപ്പം മാത്രമായിരിക്കണം, ഒരു സിംഗിൾ ആയിട്ടുള്ള എസ് ലൈൻ മാത്രമേ തനിക്ക് വേണ്ടുള്ളൂ എന്നൊക്കെ അവള് പറഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് ചെന്ന് അവിടെ വെച്ച് അവർ ഇന്റിമേറ്റ് ആകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവൾ മിററിലേക്ക് നോക്കുമ്പോൾ അവരെ രണ്ടുപേരെയും കൂടി കണക്ട് ചെയ്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു എസ് ലൈൻ അവൾ കാണുമ്പോഴാണ് ആദ്യമായിട്ട് അവൾക്ക് ഈ എസ് ലൈൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ല കാര്യമാണെന്നും അതിന്റെ പുറകിലുള്ള ആ ഒരു സ്നേഹത്തിനെ പറ്റിയിട്ടൊക്കെ അവൾക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം അവര് രണ്ടുപേരും കൂടിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കെ അന്ന് ഹയോണിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾക്ക് വേണ്ടി ഒരു കേക്ക് വാങ്ങിക്കാനായിട്ട് ആ ഒരു പയ്യൻ ഒരു ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. ഇതേ നേരത്ത് അവളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു മിററിലൂടെ തന്റെ തലയുടെ മുകളിലുള്ള ആ ഒരു റെഡ് ലൈൻ നോക്കി നിൽക്കുന്ന ഹയോണിന് പെട്ടെന്ന് ആ ഒരു റെഡ് ലൈൻ ഫെയ്ഡ് ചെയ്ത് പോകുന്നത് പോലെ തോന്നി. എന്തോ ആപത്തുണ്ടെന്ന് കണ്ട് അവൾ നേരെ ഇപ്പോൾ ആ ഒരു പയ്യന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് എനിക്ക് വേണ്ട ആ ഒരു കേക്കും വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഒരു പയ്യനെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അവൻ അവിടെ മരിച്ചു കിടക്കുന്ന ആ ഒരു ദയനീയമായിട്ടുള്ള കാഴ്ച കണ്ടുന്ന ഹയോൺ ഇപ്പൊ നേരെ താഴേക്ക് വീഴാണ്. അവൾ ഇത്രയും നാളും താൻ കേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നാണ് വിചാരിച്ചതെന്നും പക്ഷെ അവനെ കണ്ടപ്പോഴാണ് തനിക്ക് ജീവിതത്തിലെ സന്തോഷവും ഇത്തിരി പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നതെന്നും പക്ഷെ ഇപ്പതേ വീണ്ടും അവന്റെ തന്നെ ആ ഒരു മരണം കണ്ട് വളരെ ട്രോമാറ്റിക് ആയിട്ടിരിക്കുന്ന ഹയോൺ ആണ് ഇപ്പൊ തന്റെ കയ്യിലെ ബ്ലഡ് ഒക്കെ കണ്ട് ആകെ കിളി പോയിട്ട് അവളുടെ ഫോൺ എടുക്കുന്ന നേരത്ത് അവളുടെ തന്നെയുള്ള മറ്റേ കൊങ്ങ് എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ ആരോ കെട്ടി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ അവളുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇതും കൂടി കാണുമ്പോഴാണ് അവൾ നേരെ തന്നെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഹാൻജിനെ വിളിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എൻഡിങ്ങിൽ കണ്ട പോലെ തനിക്ക് ഒരു ഹെൽപ്പ് വേണമെന്ന് പറയുന്നത്. അങ്ങനെ പിന്നീട് അവള് ഹാൻജീനെ പോയിട്ട് കണ്ടിട്ട് ഇന്ന് തന്റെ ബർത്ത്ഡേ ആണെന്നും എല്ലാ കൊല്ലവും തന്റെ ബർത്ത്ഡേക്ക് എന്തോ ഒരു കത്ത് തനിക്ക് വരാറുണ്ടെന്നും പക്ഷെ അതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ലെന്നും ഈ കൊല്ലത്തെ തന്റെ ബർത്ത്ഡേക്ക് എന്തൊക്കെയോ വളരെ വലിയ വ്യത്യാസങ്ങൾ വരാൻ പോവാണെന്നും ഇതെന്തോ ഒരു സ്പെഷ്യൽ ഡേ ആണെന്നും അവളിപ്പോ ഹാൻജിയുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല തന്റെ ആ ഒരു ഫ്രണ്ട് സ്കൂളിലെ ഏതോ ഒരു റൂമിൽ ലോക്ക്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണെന്നും അവളെ ഇപ്പൊ രക്ഷിക്കാനായിട്ട് അവർ രണ്ടുപേരും കൂടി നേരെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാവാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഹാൻജിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ടീച്ചറിന്റെ രൂപമാണ് കയറി വരുന്നത്. ഇങ്ങനെ പിന്നീട് അയാളിപ്പോ വേഗം തന്നെ അവളുടെ ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ട് ആദ്യം തന്നെ ഓടി വേഗത്തിൽ പോകുമ്പോൾ ഹാൻജിയും അവളെ ഫോളോ ചെയ്ത് ഹയോൺ കയറി പോകുന്ന അതേ റൂമിലേക്ക് അവൻ ആദ്യം കയറി പോകുന്നുണ്ടെങ്കിലും വളരെ സ്ട്രേഞ്ച് ആയിട്ട് ഹയോൺ പോയ ആ ഒരു റൂമിലേക്ക് ഹാൻജി കയറുന്ന സമയത്ത് ആ ഒരു റൂമിൽ അവനിപ്പോ ഹയോണിനെ കാണാനുണ്ടായിരുന്നില്ല. ഇതേ നേരം മറ്റൊരു സ്ഥലത്ത് ഹയോൺ ഇപ്പോ അവളുടെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് അവളെ രക്ഷിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഹയോണും ഹാൻജിയും ഒരേ വഴിയിലൂടെയാണ് വന്നെങ്കിലും ഇപ്പൊ രണ്ടുപേരും നിൽക്കുന്നത് രണ്ട്
ഡിഫറെന്റ് ആയിട്ടുള്ള റൂമുകളിലും 2 ഡിഫറെന്റ് ആയിട്ടുള്ള വേൾഡിലുമാണ്. ഇതേ നേരം ഹാൻജി ഇപ്പോൾ അവിടെ ഫുള്ള് ഹയോണിന് വേണ്ടിയും ഹയോൺ നിൽക്കുന്ന ആ ഒരു ഫ്ലോർ മുഴുവൻ അവള് ഹാൻജിക്ക് വേണ്ടിയും പരസ്പരം സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനോ കേൾക്കാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തോ പന്തികേട് മണത്തിട്ട് ഹയോണിപ്പോ നേരെ ആ ഒരു കുട്ടീനെയും കൂട്ടിയിട്ട് നേരെ സ്റ്റെയേഴ്സ് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അവൾ സ്റ്റെപ്പ് ഇറങ്ങി എത്തുന്നത് അതേ ഒരു സെയിം ഫ്ലോറിലേക്കും ആ ഒരു സെയിം ക്ലാസ് റൂമിലേക്കും തന്നെയാണ്. സോ അങ്ങനെ മാന്ത്രികമായിട്ടുള്ള എന്തോ ഇവിടെ നടക്കുന്നുണ്ടെന്നും തങ്ങൾ ഒരു ട്രാപ്ഡ് ആയത് മനസ്സിലാക്കിയിട്ട് അവളിപ്പോ നേരെ റൂഫ് ടോപ്പിലേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം ഹാൻജിയെ കാണിക്കുകയാണെങ്കിൽ അവനും ഇതുപോലെ ഒരു എക്സിറ്റ് കണ്ടുപിടിക്കാൻ പറ്റാതെ അവിടെ ഫുള്ള് നോക്കുന്ന നേരത്ത് ഒരു ഡോർ തുറന്ന് വളരെ വിയേർഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവൻ എത്തിച്ചേരുന്നുണ്ട്. അവിടെ ഒരുപാട് പേര് ആകെ സ്റ്റാച്യൂസിനെ പോലെ നിൽക്കുന്നതും അവരുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ആദ്യമേ കണ്ട ആ ഒരു കഫേയിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റാഫ് പ്രത്യേകതരം വസ്ത്രവും ഗ്ലാസും ഒക്കെ ധരിച്ച് എനിക്ക് ആ ഒരു ഗ്ലാസസ് തന്നതിന് ജിന്നെന്ന് പറഞ്ഞ ആ ഒരു ടീച്ചറിനോട് നന്ദി പറയാണ്. ഫ്ലാഷ് ബാക്കിൽ അന്ന് അവർ രണ്ടുപേരും കൂടിയിട്ട് സംസാരിച്ചതും പിന്നീട് ആ ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞത് മുതൽ തന്നെ ആ ഒരു വീഡിയോന്റെ പിറകിൽ കുറ്റപ്പെടുത്തുന്നവരെയും കളിയാക്കുന്നവരെയും എല്ലാം അവൾ കൊന്നു കളയുന്നതും അങ്ങനെ ആ ഒരു ഗ്ലാസസ് വെച്ച് അവൾ പലരുടെയും ജീവൻ എടുത്തതൊക്കെ അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം ആ ഒരു റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഹാൻജി അവളിപ്പോ ലൈവായിട്ട് തന്നെ അവളുടെ മുമ്പിൽ കിടത്തിയിരുന്ന ഒരു മനുഷ്യനെ കൊന്നു കളയുന്നതും കാണുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ റിയൽ ആണോ അതോ അവന് ഇമാജിൻ ചെയ്യുന്നതാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ അവന് മുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റാതെ ആകെ വളരെ ഷോക്ഡ് ആയിട്ട് നിൽക്കാണ് ഹാൻജി. ഇതേ നേരം നമ്മുടെ ഹയോണിനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ കൊങ്ങുമായിട്ട് റൂഫ് ടോപ്പിലേക്ക് എത്തി കൊങ്ങിനോട് എന്തോ സംസാരിക്കാനായിട്ട് നോക്കുമ്പോൾ ഇപ്പൊ കൊങ്ങിന്റെ കണ്ണില് ആ ഒരു സ്പെക്സ് ഇരിക്കുന്നതും അവള് ഇത്ര നേരം ഇല്ലാത്ത പോലെ വളരെ വിയോർഡായിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നതും ഹയോൺ കേൾക്കുന്നുണ്ട്. സോ ബേസിക്കലി ഈ കൊങ്ങിനെ ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നും അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസിലാണ് കൊങ്ങ് ഇപ്പൊ പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും ഹയോണിന് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ കൊങ്ങ് അവളുടെ അടുത്ത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ ഒരു ദിവസം അവളുടെ ബർത്ത്ഡേയുടെ അന്ന് എല്ലാ കാര്യങ്ങളും മാറുമെന്നും ഇനി മുതൽ എസ് ലൈൻസിനെ എല്ലാ മനുഷ്യന്മാർക്കും കാണാൻ പറ്റുന്നു. എസ് ലൈൻസിനെ കാണാനായിട്ട് ആർക്കും ഇനി മുതൽ ഗ്ലാസസിന്റെ കാര്യമൊന്നുമില്ലെന്നും തന്റെ അടുത്ത് ആ ഒരു ക്ലാസ് റൂമിലത്തെ ടീച്ചർ പറഞ്ഞു എന്നും കൊങ്ങപ്പോ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തന്നെ അയോണിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം മറ്റൊരു വേൾഡിൽ ഇപ്പൊ ഹാൻജി നിൽക്കുന്ന അതേ സ്ഥലത്തേക്ക് തലയിൽ ആയിരക്കണക്കിന് റെഡ് ലൈൻസുമായിട്ട് ആ ഒരു ജിൻ എന്ന ക്ലാസ് റൂം ടീച്ചർ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിലൂടെ തന്നെ ഈ ഒരു എസ് ലൈൻസിന്റെ പുറകില് ആ ജിന്ന് തന്നെയാണെന്നും അവളുടെ ഒരു പവർ വെച്ച് നേരത്തെ ആ ഒരു കൊങ്ങ് പറഞ്ഞ പോലെ ഈ ലോകത്തുള്ള എല്ലാവർക്കും എസ് ലൈൻസ് കാണാൻ പറ്റുന്ന രീതിയിൽ എന്തോ ഒരു പ്ലാൻ അവൾ ചെയ്യുന്നുണ്ടെന്നും ഇതിനു മുമ്പേ അവളുടെ തലയിൽ നമുക്ക് യാതൊരുവിധ എസ് ലൈൻസും കാണാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അവൾക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് പേരായിട്ട് റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിലും അവളുടെ തലയിൽ വൺസ് ഒരു എസ് ലൈൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവള് ആ ഒരു മനുഷ്യനെ കൊന്ന് അങ്ങനെയാണ് ശരിക്കും ഇത്രയൊക്കെ ലൈൻസ് ഉണ്ടെങ്കിലും അവളുടെ തലയിൽ ഒരു ലൈൻ പോലും ഇല്ലാതിരിക്കുന്നേന്നും ഹാൻജി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ മുമ്പിൽ കിടക്കുന്ന നമ്മുടെ ഹാൻജിയുടെ ആ ഒരു അച്ഛനെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. ഒരുപക്ഷെ അവൾ തന്നെ ഇടപെട്ടിട്ടായിരിക്കാം അയാൾക്ക് ഒരു ടെംപ്റ്റേഷൻസ് ഒക്കെ കൊടുത്ത് സിയോണിനെ ഇങ്ങനെ ഒരു കണ്ടീഷനിലാക്കാനായിട്ട് പറഞ്ഞത്. സോ ഇതെല്ലാം അവളുടെ പ്ലാനിങ്ങിലൂടെ നടക്കുമ്പോൾ ഇപ്പൊ അവള് ഹാൻജിയുടെ കയ്യിൽ ഒരു കത്തി കൊടുത്തിട്ട് സിയോണിനോട് ഹാൻജിയുടെ അച്ഛൻ ചെയ്തത് കാരണം കൊണ്ട് അയാളെ കൊന്നു കളയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഹാൻജി ഇപ്പോൾ ആ ഒരു കത്തി വെച്ച് ജിന്നിനെ തന്നെ ആക്രമിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഹാൻജിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടും അവൾക്കൊന്നും പറ്റാത്തത് കാണുമ്പോൾ തന്നെ കൊല്ലാനായിട്ട് സാധാരണ മനുഷ്യന്മാർക്കൊന്നും പറ്റില്ലെന്നും ഇതുപോലെ എസ് ലൈൻസിനെ നാച്ചുറലി കാണാൻ പറ്റുന്നവർക്ക് മാത്രമേ തന്നെ കൊല്ലാൻ സാധിക്കുള്ളൂ എന്ന് ഇപ്പൊ ജിന്ന് പറയാണ്. ഇതേ നേരം മറ്റേ വേൾഡിൽ ഇപ്പോൾ അയോണിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള കൊങ്ങ് ഇതൊന്നും അറിഞ്ഞിട്ടല്ല ചെയ്തെങ്കിലും ആരുടെയൊക്കെയോ ആ ഒരു കൺട്രോളിന്റെ പുറത്താണ് കൊങ്ങ് ഇത്ര നേരം ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു അറ്റാക്കിനിടയിൽ നമ്മുടെ ഹയോണിന്റെ ഫേസ് ഒന്ന് മുറിഞ്ഞ് അവളുടെ ബ്ലഡ് നേരെ മുകളിലേക്ക് പോകുമ്പോൾ അവിടുന്ന് നേരെ അവൾ ടെലിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഹാൻജിയൊക്കെ നിൽക്കുന്ന ആ ഒരു വേൾഡിലേക്ക് എത്തുന്നുണ്ട്. സോ അവിടെ വെച്ച് അവൾ ആ ഒരു ജിൻ എന്ന് പറഞ്ഞ ക്ലാസ് ടീച്ചറിനെ കാണുകയും അവളുമായിട്ടുള്ള സംസാരത്തിലൂടെയാണ് ഇന്നത്തെ ദിവസം അതായത് നമ്മുടെ ഹയോണിന്റെ ബർത്ത്ഡേ തുടർന്ന് ഈ എസ് ലൈൻ എന്ന് പറയുന്നത് ഇവർ 2-3 മനുഷ്യന്മാർക്ക് മാത്രമല്ല ഇനി മുതൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറുമെന്നും അതിനു വേണ്ടിയിട്ടാണ് നീ ശരിക്കും ജനിച്ചിരിക്കുന്നതെന്നും ഇന്നത്തെ ഒരു ദിവസം നീ ഇവിടെ മരിക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാവർക്കും അത് കിട്ടുമെന്നും അവൾ ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ ജിന്നിപ്പോ ഹാൻജിയെ തട്ടി മാറ്റിയിട്ട് ഹയോണിനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ആ ഒരു ലോകത്തേക്ക് അയോണിന്റെ അമ്മ തന്നെ വരുന്നുണ്ട്. ശരിക്കും ഇത് ഈ ഒരു വേറെ ലോകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇത് വേറൊരു ഡയമെൻഷനാണ്. അങ്ങനെ ആ ഒരു ഡയമെൻഷനിൽ ഉണ്ടായിരുന്ന അവളുടെ അമ്മ ഇപ്പോ ജിന്ന് അവളെ കുത്താൻ പോകുമ്പോഴേക്കും വന്ന് അവളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ മകളുടെ അടുത്ത് വന്നിട്ട് ഇത്ര നാളും നിന്റെ അടുത്തേക്ക് വരാത്തതിന് അവളോട് സോറി ഒക്കെ ചോദിച്ചിട്ട് അവളുടെ കയ്യിലും ഇതുപോലെ ഗ്ലാസസ് ഉള്ളതായിട്ടും അന്ന് ചെറുതായിരുന്നപ്പോ ഹയോൺ വരച്ച ആ ഒരു പിക്ചർ കണ്ടിട്ടല്ല താൻ അച്ഛനെ കൊന്നതെന്നും ആ ഒരു ഗ്ലാസസ് വെച്ചപ്പോ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു എഫെയർ തനിക്ക് കാണാൻ സാധിച്ചു എന്നും അതുകൊണ്ട് നീ ഒരിക്കലും നീ
കാരണമാണ് അച്ഛൻ മരിച്ചതെന്നും അമ്മ ജയിലിലേക്ക് പോയെന്നൊന്നും വിചാരിക്കേണ്ടെന്നും പറഞ്ഞ് അവളുടെ അമ്മ ഇപ്പോൾ അവളെ സമാധാനിപ്പിച്ച് അവിടെ തന്നെ വെച്ച് മരിച്ചു പോകുന്നുണ്ട്. ഇതേ നേരം എന്തിനു വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഹയോൺ ഇപ്പോൾ ജിന്നിന്റെ അടുത്ത് ചോദിക്കുന്ന അതേ നേരം തന്നെ ജിന്ന് വന്ന് അവളെ കുത്തി താഴേക്ക് വീഴ്ത്തുന്നുണ്ട്. എഗെയിൻ അവളുടെ ബ്ലഡ് മുകളിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ അത് നമ്മളുടെ വേൾഡിന്റെ മുകളിലേക്ക് ചെന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു വലിയൊരു ബോൾ കണക്കിന് ഒരുപാട് റെഡ് ത്രെഡ്സുമായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബോൾ രൂപേണ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഹയോൺ ഇപ്പോൾ മരിച്ച് താഴേക്കും വീഴുന്നുണ്ട്. ഇതേ നേരം തന്നെ ഒരുപാട് അൺയൂഷ്വൽ ആയിട്ടുള്ള പവേഴ്സ് ഉള്ള ജിൻ എന്ന ആ ഒരു ടീച്ചർ ആകട്ടെ ഇപ്പൊ അവളുടെ പവേഴ്സ് വെച്ചിട്ട് ഒരു റെഡ് ബോളിൽ എന്തോ ചെയ്യുമ്പോൾ ഒരു റെഡ് ബോളും അതിന്റെ ലൈൻസും കൂടുതൽ പവർഫുൾ ആയി അത് ആക്ടിവേറ്റ് ആകുന്നുണ്ട്. ഇതേ നേരം തന്നെ ശരിക്കും മരിച്ചിട്ടുണ്ടായിരുന്നില്ലാത്ത ഹയോൺ ഇപ്പൊ എഴുന്നേറ്റ് ടീച്ചറായിട്ടുള്ള ആ ഒരു ജിന്നിനെ കുത്തി അവളെ കൊന്നു കളയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സാധാരണ മനുഷ്യന്മാർക്ക് അവളെ കൊല്ലാൻ പറ്റാത്തുള്ളൂ. പക്ഷെ അവളുടെ പോലെ തന്നെ പവേഴ്സ് ഉള്ള നമ്മുടെ ഹയോണിന് അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മാത്രല്ല അവളിപ്പോ മരിച്ചതോടു കൂടിയിട്ട് അവരെല്ലാവരും ഇപ്പൊ അവരുടെ റിയൽ വേൾഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ വെച്ച് ഇപ്പൊ ആകാശമൊക്കെ ആകെ റെഡ് കളറിലിരിക്കുന്നത് അവർ 3 പേരും ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഹയോണിന്റെ ഐ കളർ പോലും ഇപ്പൊ മാറിപ്പോയിട്ടുണ്ട്. ഇതേ നേരം ആദ്യമൊക്കെ ആൾക്കാർ ഇതെന്തായിരിക്കും ഈ ആകാശത്ത് ഈ ഒരു റെഡ് ലൈൻ എന്ന് പറഞ്ഞ് ആകെ അതിശയിച്ച് ക്യൂരിയസ് ആയിട്ട് അതിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഓരോരുത്തരുടെ തലയിലുമായിട്ട് ഇതുപോലെ റെഡ് ലൈൻസ് വരാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പതിയെ പതിയെ അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരുടെയും തലയിൽ എസ് ലൈൻസ് അപ്പിയർ ആവുകയും എല്ലാവരും പരസ്പരമുള്ള ആ ഒരു എസ് ലൈൻസ് ഒക്കെ നോക്കി പേടിച്ച് പരിഭ്രമിച്ച് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മളെ 1 വർഷത്തിന് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എസ് ലൈൻസ് എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ പലരും മാസ്കുകൾ വെച്ചിട്ടും ഈവൻ ഹെൽമെറ്റ് പോലും വെച്ചിട്ടാണ് പുറത്തേക്ക് തന്നെ ഇറങ്ങുന്നത്. പക്ഷെ ഇതുകൊണ്ട് ആകെ കൂടി ഒരു ഗുണമുണ്ടായ ഒരേ ഒരാൾ നമ്മുടെ ഹയോൺ തന്നെയാണ്. കാരണം ഇപ്പൊ അവൾക്ക് ഒരു നോർമൽ ആയിട്ടൊരു ഹ്യൂമൻ ബീങ്ങിനെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കുകയാണ്. ഇതേ നേരം എല്ലാവരുടെ തലയിലും ഇതുപോലെ എസ് ലൈൻസ് ഉണ്ടെങ്കിലും സിയോൺ മാത്രം തന്റെ തലയിൽ ഒരു എസ് ലൈൻ പോലും ഇല്ലാണ്ട് ആകെ ഹാപ്പി ആയിട്ട് നോർമൽ ആയിട്ട് തന്നെ അവളും ജീവിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പെട്ടുപോയത് നമ്മുടെ ഹാൻജി തന്നെയാണ്. കാരണം ഇത്രയും എസ് ലൈൻസ് തലയിലുള്ള അതുകൊണ്ട് അവനിപ്പോ എങ്ങോട്ട് പോയാലും ആൾക്കാർ അവനെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന കാരണം കൊണ്ട് സിയോൺ ഇപ്പോൾ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ഇവന്റെ ഒപ്പം ഒരു ചായ കുടിക്കാൻ പോലും പോകാനായിട്ട് തനിക്ക് മടിയാണെന്ന് ഫണ്ണി ആയിട്ട് അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവിടുന്ന് വീണ്ടും നമ്മുടെ ഹയോണിനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന അവളുടെ ഒരു ബോയ് ഫ്രണ്ടിനെ കാണാനായിട്ട് സെമിട്രിയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ അവിടെ വെച്ച് അവൾ വളരെ സ്ട്രേഞ്ച് ആയിട്ട് ആരോ വിളിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് തവണ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും അവൾക്ക് ആരെയും പോലും കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വളരെ പെട്ടെന്ന് അവളുടെ പുറകിലായിട്ട് ജിന്നെന്ന് പറഞ്ഞ ആ ഒരു ടീച്ചർ വന്ന് നിൽക്കുന്നതും അത് കണ്ട് പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന നമ്മുടെ ഹയോണിനെയും കാണിച്ച് നമ്മുടെ എസ് ലൈൻ എന്ന ഈ ഒരു ഡ്രാമ തന്നെ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ ശരിക്കും ഇത് മേ ബി ഒരു 2ാമത്തെ പാർട്ടിനായിട്ടുള്ള ഒരു ഹിന്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ ഹയോണും ഒരുപാട് തവണ ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ടും അവൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ അവളുടെ അടുത്തുള്ള ആ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പവർ കാരണം കൊണ്ടായിരിക്കും. സോ അങ്ങനെ ആ ഒരു പവർ വെച്ച് ഇനി വീണ്ടും ഈ ജിൻ എന്ന് പറഞ്ഞ ടീച്ചർ റീബോൺ ചെയ്ത് വന്നതാണോ എന്ന് ഒന്നും തന്നെ ഡ്രാമയിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും അവൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈ ഒരു ഡ്രാമയിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സീൻസും, അതായത് അവൾ ഈ ഗ്ലാസസ് എടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കുന്നതും നമ്മുടെ ഹയോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും മരണങ്ങൾ സംഭവിക്കുന്നതൊക്കെ ഈ ഒരു ജിന്നിന്റെ പ്ലാൻസ് തന്നെയായിരുന്നു. ഇനി ജിന്നി ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ മനസ്സിൽ തോന്നാം. കാരണം ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാവരും ഇതുപോലെ എസ് ലൈൻസ് കാണുകയാണെങ്കിൽ ആർക്കും നുണ പറയാൻ പറ്റാതെ എല്ലാവർക്കും സത്യസന്ധമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. പക്ഷെ വേറൊരു സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നതോ മരിക്കുന്നതോ നമുക്ക് ന്യായീകരിക്കാനും പറ്റുന്നില്ല. സോ ഇതിനെ പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നും ഈ ഒരു ഡ്രാമയിൽ അവർ കൊടുത്തിട്ടില്ല. അതായത് ഇതൊക്കെ നമ്മുടെ ഒരു എസംഷന് അവർ വിട്ടു തന്നിരിക്കുകയാണ്. സോ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രാമ കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള ഒപ്പീനിയൻസും കീ പോയിന്റ്സും ഒക്കെ കോമന്റ്സ് വഴി പറയണേ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഡ്രാമകളുമായിട്ട് നമുക്ക് പിന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.